CPIM നേതൃയോഗങ്ങളോട് അനുബന്ധിച്ച് 1 ലക്ഷം പേർ അണിനിരക്കുന്ന പൊതുസമ്മേളനം അല്പസമയത്തിനകം പുത്തരിക്കണ്ടം മൈതാനത്ത് ചേരും. പൊതുസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, S. രാമചന്ദ്രൻ പിള്ള, മണിക് സർക്കാർ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സംസാരിക്കും. എല്ലാ ദേശീയ സംസ്ഥാന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. ഞങ്ങളുടെ പ്രതിനിധി S. ജീവൻകുമാർ ചേരുന്നു. ജീവൻ, വിശദവിവരങ്ങൾ. അരുൺ, CPIMന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കേന്ദ്ര കമ്മിറ്റി യോഗം ഇപ്പോൾ തുടക്കം കുറിക്കപ്പെട്ട് 2 ദിവസം പിന്നിട്ടിരിക്കുന്നത്. ഒരു ദിവസം നീണ്ടുനിന്ന പൊളിറ്റ് ബ്യൂറോ യോഗത്തിനും ഒരു ദിവസം നീണ്ടുനിന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിനു ശേഷം ഇന്ന് 2 ദിവസത്തിലെ കമ്മിറ്റി യോഗത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പൊതു സമ്മേളനം ഇപ്പോൾ ചേരാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ CPIMന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഈ പൊതുസമ്മേളന വേദിയിലെത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. പ്രത്യേകിച്ച് 5 സംസ്ഥാനങ്ങളിലേക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം അതിൽ സ്വീകരിക്കേണ്ട നയവും പരിപാടിയും അടക്കം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ രാജ്യം പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ മതേതര കക്ഷികളുമായി ചേർന്ന് മത്സരിക്കാൻ CPIM തയ്യാറായിരുന്നില്ല. അത് വലിയ വിമർശനങ്ങൾക്കും ഇട നൽകി. എന്നാൽ അതിന് CPM നൽകിയ ഒരു പ്രധാനപ്പെട്ട വിശദീകരണം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബൂർഷ കക്ഷികളുമായി ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് CPIMന്റെ നയമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അവരുമായി ചേർന്ന് തങ്ങൾക്ക് മത്സരിക്കാനാവില്ല എന്ന നിലപാടാണ് CPIM അന്ന് പറഞ്ഞത്. എന്നാൽ മാറിയ സാഹചര്യത്തിൽ, ഉത്തർപ്രദേശിന്റെ കൂടി മാറിയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ മതേതര കക്ഷികളുമായി ചേർന്ന് CPIM തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ സാധ്യതയുണ്ടോ എന്ന ഒരു വിലയിരുത്തൽ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റി നടത്തിയേക്കാം. പക്ഷേ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തു നിന്ന്, അതിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വിദൂരമായി പോലും അത്തരത്തിലൊരു സഖ്യം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് പ്രധാനമായും നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം. 2 നോട്ട് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ട വലിയ ബഹുജന മുന്നേറ്റങ്ങളുണ്ട്. അതിൽ ഏത് തരത്തിലുള്ള സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത്? കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുമായി പാർലമെന്റിൽ നിലവിലൊരു സഹകരണം CPIM നടത്തുന്നുണ്ട്. പക്ഷേ അത് രാജ്യവ്യാപകമായി പുറത്തേക്ക് ഇത്തരത്തിൽ ഒരു വലിയ ഒരു സമരരൂപം എന്ന തരത്തിൽ വളർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഒരു നോട്ട് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പൊതുവിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന തരത്തിൽ ഒരു ബഹുജന മുന്നേറ്റമായി അതിനെ മാറ്റേണ്ടതുണ്ടോ എന്നതാണ് രണ്ടാമത്തെ കാര്യം ഒരു അജണ്ടയായി പരിശോധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ആഗോളവൽക്കരണ കാലത്തെ കാർഷിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാർഷിക രേഖ നിലവിൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം പരിശോധിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ മാറിയ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് കാർഷിക മേഖല വഹിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഇനി ഏത് തരത്തിലാണ് സമരസംഘടനാ പ്രവർത്തനങ്ങൾ മൂർച്ച വരുത്തേണ്ടത് എന്നതാണ് പ്രധാനമായും CPIM പരിശോധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു കാർഷിക രേഖ നിലവിൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം പരിശോധിക്കുന്നുണ്ട്. നാലാമതായി ഉള്ള ഒരു കാര്യം എന്നത് CPIMന്റെ സംഘടനാപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. CPIMന്റെ നിലവിൽ ലവി കൊടുക്കുന്നത് ഉള്ള ഘടന, അതിന്റെ ഘടന മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ചില ആലോചനകൾ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം പരിഗണിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2 ജില്ലാ കമ്മിറ്റികൾക്ക് താഴേക്കുള്ള ഘടനയിൽ ഏതെങ്കിലും അതിന്റെ രാഷ്ട്രീയമായ ഘടനയിൽ, സംഘടനാപരമായ ഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നും കേന്ദ്ര കമ്മിറ്റി യോഗം പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രധാനമായും ഈ 4 അജണ്ടകൾ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടക്കുക. അതോടനുബന്ധിച്ചുകൊണ്ടാണ് CPIMന്റെ ഇപ്പോൾ ഇവിടെ ഒരു പൊതുസമ്മേളനം ചേരുന്നത്. പ്രധാനമായും ഈ പൊതുസമ്മേളനം ഒരുപക്ഷെ CPIMന്റെ തന്നെ ചരിത്രത്തിൽ തിരുവനന്തപുരത്ത് പാർട്ടി കോൺഗ്രസും പാർട്ടിയുടെ സ്പെഷ്യൽ പ്ലീനവും തിരുവനന്തപുരത്ത് അഖിലേന്ത്യാ പ്ലീനവും നടന്നിട്ടുണ്ട് എങ്കിൽ പോലും
ഒരു CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഇത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റാലി ഒരു വലിയ ബഹുജന മുന്നേറ്റമാക്കാനുള്ള എല്ലാ പരിശ്രമത്തിലുമാണ് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം. കഴിഞ്ഞ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ റാലി വിജയിപ്പിക്കേണ്ട ആവശ്യകത അവരുടെ മുന്നിൽ എത്തിച്ചേർന്നു. നിലവിൽ ഒരു ഗതാഗത തടസ്സങ്ങൾ വരാത്ത രൂപത്തിൽ വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് കോട്ട നിശ്ചയിച്ചുകൊണ്ട് 75,000 ആളുകളുടെ ഒരു ബഹുജന റാലി ആണ്. അത് ചെറിയ ചെറിയ പ്രകടനങ്ങളായി പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിച്ചേരുക എന്നതാണ് ഇപ്പോൾ CPM ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും വേദിയിൽ നിന്നുള്ള ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ റിപ്പോർട്ടർ സുനിൽ അരിമാനൂർ നൽകും. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൂടെ നമുക്ക് പോയ ശേഷം. കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ജീവൻ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പൊതുസമ്മേളനത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. പൊതുസമ്മേളന നഗരിയിൽ ഇപ്പോൾ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റിയുടെ 18 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഈ സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര നേതാക്കളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെയും വാക്കുകൾ ശ്രവിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കർത്തവ്യമായി പ്രവർത്തകർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളന നഗരിയിലേക്ക് ഇത്രയും ആളുകൾ ഒഴുകിയെത്തുന്നത്. ഈ മുൻനിരയിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഈ മുൻനിരയിൽ ക്രമീകരിച്ചിരിക്കുന്ന സീറ്റുകളിൽ ഇരിക്കുന്നത്. അതിന് പിൻനിരയിലുള്ള സീറ്റുകളിൽ മന്ത്രിമാർ ഇരിക്കും. ഈ സദസ്സിലായി വരുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുള്ള സീറ്റാണ് ഏറ്റവും മുൻനിരയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം എവിടേക്ക് എത്തുന്ന പ്രവർത്തകർ, സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ, ഓരോ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് എത്തുന്ന പ്രവർത്തകർ ഇതിനകത്ത് അണിനിരക്കും. നേരത്തെ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായൊക്കെ വിപുലമായിട്ടുള്ള പ്രകടനം തന്നെ ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് തുടങ്ങി ഇവിടേക്ക് വരികയാണ് പതിവ്. പക്ഷേ ഇത്തവണ അതിന് കാരണം ഗതാഗത കുരുക്കൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അതിന് മാറ്റം വരുത്തിക്കൊണ്ട് പ്രവർത്തകരെല്ലാം തന്നെ ഈ മുൻ ഗേറ്റിലേക്ക് പ്രവർത്തകർ ഇറങ്ങിയ ശേഷം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ ഈ സമ്മേളന നഗരിയിലേക്ക് വരുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പൊതുസമ്മേളനം ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്രത്തിന്റെ നോട്ട് പിൻവലിക്കൽ നടപടിയിലൂടെ, ജനദ്രോഹ നടപടികളിലൂടെ സംസ്ഥാനം കടന്നുപോകുന്നു. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കടമ CPM-ന് ഉണ്ട്. CPM ഭരിക്കുന്ന സർക്കാരായതുകൊണ്ട് തന്നെ CPM-ന്റെ നേതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന തകർച്ച, പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ഈ നോട്ട് പ്രതിസന്ധി മൂലം ഉണ്ടാകുന്ന തകർച്ച, അതുപോലെ തന്നെ അടിക്കടി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്രം സ്വീകരിക്കുന്ന ചില സമീപനങ്ങൾ, ജനദ്രോഹ സമീപനങ്ങൾ, ഇവയൊക്കെ തുറന്നു കാട്ടുക. ഇതിന് ബദലായിക്കൊണ്ട് സംസ്ഥാനത്ത് ശക്തമായ രീതിയിൽ തന്നെ പാർട്ടി പ്രവർത്തനങ്ങളും ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നേതാക്കളുടെ വാക്കുകളിലൂടെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പ്രവർത്തകർക്ക് അത് ആവേശം പകരും എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് കേന്ദ്ര കമ്മിറ്റി യോഗവും പോളിറ്റ് ബ്യൂറോ യോഗവും ചേരുമ്പോൾ ഈ ഒരു വിപുലമായിട്ടുള്ള ഒരു പൊതുസമ്മേളനം ഒരുക്കിയിട്ടുള്ളത്. ഈ പൊതുസമ്മേളനത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, പിണറായി വിജയൻ, MA ബേബി, എസ് രാമചന്ദ്രൻപിള്ള തുടങ്ങിയ നേതാക്കളൊക്കെ സംസാരിക്കുന്നുണ്ട്. നേരത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനകത്ത് ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ജീവൻ വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത്തരം കാര്യങ്ങൾ, ആ ഒരു പൊതുവായിട്ടുള്ള നിലപാടുകൾ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ മറ്റു മേഖലകളിലും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ജനങ്ങൾ ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകും. മറ്റൊരു കാര്യം, കേന്ദ്രം റേഷൻ അരി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. കുമാറുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. വാർത്തയിലേക്ക് തന്നെ വരാം. CPM നേതൃയോഗങ്ങളോടനുബന്ധിച്ച് 1 ലക്ഷം പേർ അണിനിരക്കുന്ന പൊതുസമ്മേളനം അല്പസമയത്തിനകം പുത്തരിക്കണ്ടം മൈതാനത്ത് ചേരും. CPM നേതൃയോഗങ്ങളോടനുബന്ധിച്ച് 1 ലക്ഷം പേർ അണിനിരക്കുന്ന പൊതുസമ്മേളനം അല്പസമയത്തിനകം പുത്തരിക്കണ്ടം മൈതാനത്ത് ചേരും. പൊതുസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻപിള്ള, മണിക് സർക്കാർ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സംസാരിക്കും. എല്ലാ ദേശീയ സംസ്ഥാന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി S ജീവൻകുമാറുമൊപ്പം സുനിൽ അരുമാനൂരും പുത്തരിക്കണ്ടം മൈതാനിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ഞങ്ങളുടെ പ്രതിനിധി S ജീവൻകുമാർ. ജീവൻ, പൊതുസമ്മേളനത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ. മറ്റൊന്ന്, പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്രത്തിൽ, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നിർജ്ജീവമായ ഒരു സാഹചര്യം, ദേശീയ രാഷ്ട്രീയത്തിലെ സവിശേഷമായ സാഹചര്യം, യു പി രാഷ്ട്രീയത്തിലെ വളരെ സവിശേഷമായ സാഹചര്യം, ഇതൊക്കെ പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ CPM-ന്റെ നിലപാട് ആ അർത്ഥത്തിൽ കൂടി വളരെ വിശാലമായി അതിനെ കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, സംഘടനാപരമായ CPM-ന്റെ വിഷയങ്ങൾ, അത് വിശിഷ്യ ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്താനാവുക? ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. കഴിഞ്ഞ 2 ദിവസങ്ങളായി CPM-ന്റെ നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും 5-ാം തീയതി ചേർന്ന
തിരുവനന്തപുരത്ത് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും 5-ാം തീയതി ചേർന്ന പൊളിറ്റ് ബ്യൂറോ യോഗം കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ട തയ്യാറാക്കുകയും ചെയ്തു. തുടർന്ന് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ ശേഷമെന്നോണമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് ഇപ്പോൾ CPIM-ന്റെ ഒരു വൻപിച്ച പൊതുയോഗം ഇപ്പോൾ ചേരുന്നത്. CPIM-ന്റെ സംഘടനാ ചരിത്രത്തിൽ 2 തവണകളിലായി CPIM-ന്റെ വലിയ അഖിലേന്ത്യാ ബഹുജന മുന്നേറ്റങ്ങൾക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം വേദിയായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് നിലവിൽ CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്. പാർട്ടിയുടെ സ്പെഷ്യൽ പ്ലീനം തിരുവനന്തപുരത്ത് ചേർന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ചേരുന്നത് എന്ന പ്രത്യേകതയാണ് ഈ കാര്യത്തിലുള്ളത്. ഏറ്റവും പ്രധാനമായി ഒരുപക്ഷെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ CPIM-ന്റെ രാഷ്ട്രീയമായ വൈഭവം പ്രകടിപ്പിക്കേണ്ടതാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം കൂടിയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ്, ഉത്തർപ്രദേശ് അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലേക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അത് വളരെ പ്രധാനമാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മതേതര രാഷ്ട്രീയ കക്ഷികൾ ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നതാണ് CPIM ഈ കാര്യത്തിൽ പുലർത്തുന്നൊരു നയം. അപ്പോൾ തന്നെ കഴിഞ്ഞ ഒരു തവണ ബീഹാറിലെ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ CPIM അടക്കമുള്ള ഇടത് പാർട്ടികൾക്കെതിരെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം, അവിടെ ഒരു വലിയ BJP-ക്കെതിരായ ഒരു വലിയ മഹാസഖ്യമുണ്ടായി. പക്ഷേ ആ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുവാൻ CPM-ഓ ഇടത് പാർട്ടികളോ തയ്യാറായില്ല എന്നതായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു വിമർശനം. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ 5 സംസ്ഥാനങ്ങളിലേക്ക് CPIM സ്വീകരിക്കുന്ന നയം എന്തായിരിക്കും? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമാജ്വാദി പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കുന്നതിന് CPIM തയ്യാറാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിന് CPIM വളരെ നേരത്തെ തന്നെ ഒരു കൃത്യമായ മറുപടി ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഏതെങ്കിലും തരത്തിൽ ഒരു കക്ഷികളുമായി തങ്ങൾ ചേർന്ന് മത്സരിക്കുവാൻ CPIM ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. വർഗീയതയെ ചെറുക്കുക എന്ന മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഏതെങ്കിലും തരത്തിൽ ഒരു സഖ്യം എന്ന് വിളിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ചില കൊടുക്കൽ വാങ്ങലുകൾ ഈ കാര്യത്തിൽ നടത്താമെന്നതാണ് CPIM കരുതി പോകുന്നത് എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ ഉള്ളത്. അതാണ് ഏറ്റവും പരമപ്രധാനമായി ഇപ്പോൾ കരുതുന്നതും. പ്രധാനമായും ഈ രാഷ്ട്രീയ അജണ്ട മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ആഗോളവൽക്കരണ കാലത്തെ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയ ചർച്ച CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ഭാവിയുടെ സമരസംഘടനാ പ്രവർത്തനങ്ങൾ എന്നത് ഒരു കൃത്യമായ വിലയിരുത്തൽ CPIM കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നതാണ് കരുതപ്പെടുന്നത്. കൂടാതെ സംഘടനാപരമായ ചില കാര്യങ്ങൾ CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമായുള്ളത് CPIM-ന്റെ നിലവിലുള്ള സംഘടനാ സംവിധാനത്തിൽ ചില പുതിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായി വരുന്നു എന്ന ഒരു വിലയിരുത്തൽ CPIM-ന്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ സ്വാധീന മേഖലകളായ കേരളവും ബംഗാളും ത്രിപുരയും ആന്ധ്രയും തമിഴ്നാടും എല്ലാം കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും ജില്ലാ കമ്മിറ്റിക്ക് താഴേക്ക് ഒരു ഘടകം, കേരളത്തിലൊക്കെ പറയുന്നത് പോലെ ഏരിയ ലോക്കൽ കമ്മിറ്റികൾ നിലവിൽ പല സ്ഥലങ്ങളിലും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഘടകങ്ങൾ രൂപീകരിക്കുന്നതിൽ ചില സംഘടനാപരമായ അമെൻമെന്റുകൾ കൊണ്ടുവരുന്നതിന് അത് നേരത്തെ തന്നെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചതാണെങ്കിൽ പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൂടി CPIM നേതൃയോഗത്തിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. കൂടാതെ ലെവിയുടെ വിഭജനം, CPIM-ന്റെ പാർട്ടി അംഗങ്ങൾ നൽകുന്ന ലെവി, അത് നിലവിൽ ലഭിക്കുന്ന ലെവിയുടെ വിഹിതം കൂടുതലായി അഖിലേന്ത്യാ പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടിക്കാണ് കൂടുതൽ പോകുന്നത്. അത് താഴേക്ക് കൂടി വിനിമയം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നൊരു വിലയിരുത്തൽ പൊതുവിൽ നേരത്തെ CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയിട്ടുള്ളതാണ്. അത് അടക്കമുള്ള കാര്യങ്ങളിൽ അവ എപ്രകാരമാണ് വിനിമയം ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള വിലയിരുത്തൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതടക്കമുള്ള വളരെ നിർണായകമായ രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് ചേരുന്ന CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം പരിഗണിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിഗണനയ്ക്ക് വരുന്നതും. അതിന്റെ ഭാഗമായി കൂടിയാണ് തിരുവനന്തപുരത്ത് ഒരുപാട് രാഷ്ട്രീയ സമര മുന്നേറ്റങ്ങൾ കണ്ടിട്ടുള്ള തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് CPIM-ന്റെ തന്നെ വലിയ ബഹുജന മുന്നേറ്റങ്ങൾ നടന്നിട്ടുള്ള പുത്തരിക്കണ്ടം മൈതാനത്തെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു ഒരു വലിയ ബഹുജന റാലി, ഒരു വലിയ പൊതുസമ്മേളനം ഇതിന്റെ ഭാഗമായി ചേരുന്നത് ഞാൻ നേരത്തെ
സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ പാർട്ടിയുടെ സ്പെഷ്യൽ പ്ലീനം എന്നിവ തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതാദ്യമായിട്ടാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരം വേദിയാകുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇത് നമ്മുടെ റിപ്പോർട്ടർ സുനിൽ അരിമാനൂർ തന്നെ നമുക്ക് നൽകും. അരുൺ, ഇപ്പോൾ സമ്മേളന നഗരിയിലേക്ക് നേതാക്കളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു എല്ലാ നേതാക്കളും പ്രത്യേകിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനും തന്നെ ഈ പുത്തിരിക്കണ്ട മൈതാനത്തിലേക്ക് എത്തിച്ചേരും. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ MV ജയകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പൊതുസമ്മേളനമായി ഇതിനെ വിലയിരുത്തേണ്ടി വരുന്നു. അല്പം മുമ്പ് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞതും അത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പൊതുസമ്മേളനമായി ഈ ജനങ്ങൾ കൂടെ പങ്കാളികളാകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഏറുകയാണോ? തീർച്ചയായിട്ടും ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ദേശീയ പ്രാധാന്യമാണ്. ദേശീയ പ്രാധാന്യം ഇന്നിപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസത്തിലേറെ കാലമായിട്ട് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന കൊടിയ ദുരിതം, ചിലർ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനെയാണ് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്ര കണ്ട് നിരവധി ആളുകൾ ജീവൻ പിടിയേണ്ടി വന്നു, ജീവിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ദേശീയ തലത്തിൽ നിലനിൽക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ അത് കുറേ കൂടെ വഷളാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ 1.5 കോടിയോളം ജനങ്ങൾ അംഗങ്ങളായിട്ടുള്ള മേഖലയാണ് സഹകരണ മേഖല. പല സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയേക്കാൾ വലുതാണ്. സാധാരണ ജനങ്ങളാണ് കൂടുതൽ. അവരെയൊക്കെ ബാധിക്കുന്നതാണ്. അതിനെയൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ്. ഈ കള്ളപ്പണം നിരോധിക്കാനോ അല്ലെങ്കിൽ കള്ളനോട്ട് നിരോധിക്കാനോ ഒന്നും ഇതിന് സാധിച്ചില്ലല്ലോ ഇത്രയും നാളായിട്ട്. ഇതാണ് ഇതിൻ്റെ അനുഭവം. ഈ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു പാർട്ടിയുടെ ഉന്നത തല യോഗമാണ് CPIM-ന്റെ. അതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളും പ്രസക്തമാണ്. ദേശീയ തലത്തിൽ ഇതിന് ഒക്കെ ഉള്ളൊരു വിധിയെഴുത്തായിട്ട് അത് വരാൻ പോവുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ദേശീയ പ്രാധാന്യത്തോട് നടക്കുന്ന ഒരു കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഇത് ആദ്യമായിട്ടാണ്, കേരളത്തിന് മുമ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് വച്ചുകൊണ്ട് ഇതിന് ഉള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റാലി എന്ന നിലയിലാണ് ഇത് വച്ചത്. റാലിക്ക് ഒരു വലിയ സംസ്ഥാന തലത്തിൽ നടക്കേണ്ടതാണല്ലോ. ഇതൊന്നുമില്ല, ജില്ല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 29-ന് നിങ്ങൾക്കറിയാം മനുഷ്യച്ചങ്ങല തീർത്തു. ഈ നോട്ട് നിരോധനത്തിൻ്റെ ദുരിതം വെച്ചുകൊണ്ടാണ് മനുഷ്യച്ചങ്ങല. ആ മനുഷ്യച്ചങ്ങല തീർത്ത് 29-ന് തീർത്തിട്ട് ഒരാഴ്ച പോലും കഴിയുന്നതിന് മുമ്പാണ് ഈ രൂപത്തിലുള്ളൊരു സമ്മേളനവും റാലിയും നടക്കുന്നതെന്നതാണ് ഇതിൻ്റെ. അതിലാളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് സ്വമേധയാ സമ്മർദ്ദങ്ങളൊന്നുമില്ല. ഇവിടെ വലിയ കേന്ദ്രീകരിച്ച പ്രകടനമില്ലെങ്കിലും കൊച്ചു കൂട്ടങ്ങളായിട്ട് ഒഴുകുകയാണ്. 100 കണക്കിന് കൊച്ചു കൂട്ടങ്ങളായിട്ട്. രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര നേതാക്കളുടെ അല്ലെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ വാക്കുകൾ കേൾക്കാൻ തന്നെ ആയിരിക്കും ഇത്തരത്തിൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയത്. അതെ, പാർട്ടി CPIM എന്ത് പറയുന്നു, ഇടതുപക്ഷം എന്താ പറയുന്നത്, CPIM എന്താ പറയുന്നത്, അതിന് നേതൃത്വം എന്താ പറയുന്നത്, നേതൃത്വം ആകെ എന്താ ചർച്ച ചെയ്യുന്നത്, എന്താ പറയുന്നതെന്ന് കേൾക്കാനുള്ള ആകാംക്ഷ ഒന്നു തന്നെയാണ് ഇതിലേക്ക് ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ളത്. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ മഹാസമ്മേളനമായിട്ട് പര്യവസാനിക്കുമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും അത്തരത്തിൽ വലിയൊരു മഹാസമ്മേളനമായി തന്നെയാണ് ഈ സമ്മേളന നഗരിയിലേക്ക് സാധാരണക്കണക്കിന് ആളുകളും പാർട്ടി പ്രവർത്തകരും അടക്കം നിരവധി പേർ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അടക്കമുള്ളവർ, കേന്ദ്ര കമ്മിറ്റി നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ സമ്മേളനം ആരംഭിക്കും. ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ ഈ ഗ്രൗണ്ട് പോകുന്നത്. പുത്തിരിക്കണ്ടം മൈതാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടേക്ക് പ്രവർത്തകർ കൂടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നിറഞ്ഞു കവിയുന്ന തരത്തിലേക്ക്, കാരണം തിരുവനന്തപുരം ജില്ലയിലെ മാത്രം 18 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ മാത്രം അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനകളുടെ ആളുകൾ മാത്രമാണ് ഇവിടേക്ക് ഈ ഒരു പൊതുസമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറയേണ്ടി വരിക. ഈ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്താണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കായി പ്രത്യേകം തിരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേദിയിൽ മുൻനിരയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, പാർട്ടി
ജനറൽ സെക്രട്ടറി അടക്കം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഇരിക്കും. അതിന് പിന്നാലെ മന്ത്രിമാർ, CPM-ന്റെ മന്ത്രിമാരും ഉണ്ടാകും. ഇവരുടെയൊക്കെ വാക്കുകൾ തന്നെയാണ് തീർച്ചയായും ഇവിടെ എത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇവരുടെ വാക്കുകൾ തന്നെയായിരിക്കും. കാരണം നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും അധികം സാധാരണക്കാരുടെ മേഖലയായ സഹകരണ മേഖലയെ രൂക്ഷമായി ബാധിക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ജനദ്രോഹ നയങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിലും തുടർന്ന് ജനങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിലും ജനങ്ങൾക്ക് ഏതു തരത്തിലുള്ള ഒരു നിലപാടുമായിട്ടായിരിക്കും CPM മുന്നോട്ട് പോകുന്നത്, ഇത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ പൊതുസമ്മേളനത്തിലൂടെ നേതാക്കൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിലേക്ക് പറയുക. അത് വീണ്ടും താഴെത്തട്ടിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും എന്നുള്ളതും തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളനം ആരംഭിക്കും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം തന്നെ നേരത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന പ്രവർത്തകർ വളരെ നേരത്തെ തന്നെ പ്രവർത്തകരെല്ലാം തന്നെ ആവേശത്തോടു കൂടി തന്നെയാണ് എത്തിയിട്ടുള്ളത്. പൊതുപ്രകടനം എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രധാന വേദിയിൽ എത്തുകയും അതിനുശേഷം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടേക്ക് വന്ന് അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനും തന്നെ പൊതുസമ്മേളനം ഇവിടെ ആരംഭിക്കും. സുനിൽ അരുമാനൂരാണ് പ്രധാന വേദിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജീവൻ കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, ജീവൻ, തിരുവനന്തപുരം ആദ്യമായി ആതിഥ്യമരുളുന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗം, അതിനോടനുബന്ധിച്ച കേന്ദ്ര കമ്മിറ്റി, തുടർന്ന് അല്പസമയത്തിനകം പൊതുസമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. ഇതിന്റെ ഒരു ക്രമീകരണം നിലവിൽ എങ്ങനെയാണ്? കാരണം ഈ കേന്ദ്രീകരിച്ച പ്രകടനങ്ങൾ ഒക്കെ ഒഴിവാക്കി നേരത്തെ നിശ്ചയിച്ചിരുന്നത് അല്ലെങ്കിൽ നേരത്തെ നടത്തിയിരുന്നത് വ്യത്യസ്തമായി കേന്ദ്രീകരിച്ചുള്ള പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കിയുള്ളൊരു ക്രമീകരണമാണ്. അതിന്റെ ഒരു പൊതു ക്രമീകരണം എങ്ങനെയാണ്? അരുൺ, തീർച്ചയായും, കാരണം കേന്ദ്രീകരിച്ച പ്രകടനം CPM ഈ കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. കാരണം ഒരു വലിയ ബഹുജന മുന്നേറ്റമാണ്, അല്ലെങ്കിൽ ഒരു വലിയ പൊതുസമ്മേളനമാണ് ഈ കാര്യത്തിൽ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്രയുമധികം ആളുകൾ റാലി ചെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേരും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് ഇതിൻ്റെ കോട്ട നൽകി വിവിധ പ്രവർത്തകരോട്, വിവിധ ഏരിയകളിൽ നിന്നുള്ള പ്രവർത്തകരോട് ഇവിടെ എത്തിച്ചേരാനായിരുന്നു CPIM ജില്ലാ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. 5:30 ഇതിൻ്റെ പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള അഭിവാദ്യ പ്രസംഗങ്ങൾ ആരംഭിക്കണം എന്ന നിർദ്ദേശം CPIM നൽകിയിരുന്നു. ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ പിന്നിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ മുഴുവൻ ആളുകളും ഈ പൊതുസമ്മേളനം നടക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപക്ഷെ CPM-ന്റെ സംഘടനാപരമായ ഉൾക്കരുത്ത് വിളിച്ചോതുന്ന ആളുകളുടെ ഒരു വലിയ ബഹുജന മുന്നേറ്റം തന്നെ ഇതിനോടകം ഇവിടെ സാധ്യമായി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. ഇവിടെ CPM-ന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് ഈ കാര്യത്തിൽ ചില മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് CPM-ന്റെ മുന്നിലുണ്ടായിരുന്നത്. നേരത്തെ CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് നടന്ന മുന്നനുഭവം തിരുവനന്തപുരത്തുണ്ട്. പാർട്ടിയുടെ സ്പെഷ്യൽ പ്ലീനം 1998 നടന്ന അനുഭവമുണ്ട്. പക്ഷേ അതിനുശേഷമാണ് ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി നാളിതുവരെ 1964 രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഇതാദ്യമായി തിരുവനന്തപുരത്ത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നു എന്ന പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റാലി, ഇതിനോടനുബന്ധിച്ചുള്ള വലിയ ബഹുജന റാലി, ഒപ്പം പൊതുസമ്മേളനം വലിയ വിജയകരമാക്കുക എന്ന ശ്രമകരമായ ദൗത്യത്തിലായിരുന്നു CPIM-ന്റെ പ്രവർത്തകർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. അതേതായാലും വളരെ സ്വാർത്ഥകമായി എന്ന് തന്നെ പറയേണ്ടതായി വരും. കാരണം ഇതിനോടകം തന്നെ ഏതാണ്ട് 1 ലക്ഷം ആളുകളെ ഉൾക്കൊള്ളുന്ന ഈ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഇതിനോടകം തന്നെ വലിയ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനായി ജില്ലയെമ്പാടും വലിയ ക്രമീകരണങ്ങളാണ് CPM-ന്റെ നേതാക്കന്മാർ, അതിൻ്റെ വിവിധ പാർട്ടി ഘടകങ്ങൾ നൽകിയിരുന്നത്. എന്തായാലും അധികം ആളുകളെ റാലി ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസം, അതിൻ്റെ ആത്മവിശ്വാസം തീർച്ചയായും ഉണ്ട്. ഇനി എന്തായാലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുജനങ്ങൾക്ക് മുന്നിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന നേതാക്കന്മാർ നൽകുന്ന പ്രസംഗങ്ങൾ അവ തന്നെയാണ് ഇവിടെ ഈ കാര്യത്തിൽ ഇവരെ സംബന്ധിച്ചുള്ള പുതിയ ദിശാബോധം നൽകുക. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൽ എന്തായിരിക്കും CPIM സ്വീകരിക്കാൻ പോകുന്ന നയം, സമീപനം, പരിപാടി
എന്നതാണ് പ്രധാനമായും എല്ലാവർക്കും അറിയേണ്ടത്, മാധ്യമങ്ങൾക്കടക്കമുള്ളവർക്ക് അറിയേണ്ടത്. ഏത് തരത്തിലുള്ള സമീപനമായിരിക്കും ഈ കാര്യത്തിൽ സ്വീകരിക്കുക? ഏതെങ്കിലും തരത്തിലുള്ള വിദൂരമായ ഒരു സഖ്യമോ സഹകരണമോ ഈ കാര്യത്തിൽ CPIM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന ഒരു വലിയ ചോദ്യം തീർച്ചയായും ഇവിടെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ BJP-ക്കെതിരെ ഒരു വലിയ സഖ്യം, ആ സഖ്യത്തിന്റെ ഭാഗമായി CPIM-ഉം ഇടത് പാർട്ടികളും ഉണ്ടാവും എന്ന് കരുതപ്പെട്ടിരുന്ന ഘട്ടത്തിൽ, എന്നാൽ അതിനോടൊപ്പം നിൽക്കാൻ CPIM ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അതിന് കൃത്യമായ രാഷ്ട്രീയമായ വിശദീകരണം CPIM-ന് ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അവർ ചെയ്യുന്ന അത്തരത്തിലുള്ള കൊള്ളുകില്ലായ്മകൾക്ക് ഏതെങ്കിലും തരത്തിൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത CPIM-നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ സീറ്റിന്റെ ശതമാനത്തിന് വേണ്ടി അത്തരത്തിൽ ബൂർഷാ കക്ഷികളുമായി സഖ്യം ചേരാനില്ല എന്നതാണ് CPIM-ന്റെ പ്രഖ്യാപിതമായ നിലപാട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് നോട്ട് പ്രതിസന്ധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ജനം ഒരു വലിയ ദുരിതത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിൽ CPIM-ന്റെ ഈ മുൻ നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നതാണ് മാധ്യമങ്ങളും ഒപ്പം ബഹുജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും അതോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നേതാക്കന്മാർ പറയുമെന്നാണ് പൊതുവിൽ നമ്മൾ കരുതപ്പെടുന്നത്. എന്തായാലും അവരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഇത്രയധികം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIM-ന്റെ സംഘടനാപരമായ ഉൾക്കരുത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു വലിയ ബോട്ടം റാലി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സുല്ലരിമാനൂരിനോടൊപ്പം മുൻ MP CPIM നേതാവായ TN സീമയുണ്ട്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് കൂടെ പോകാൻ വരും. ജീവൻ, CPIM-ന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മേളനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെ നടക്കുകയാണ്. നാളെയും കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുകയാണ്. ഈ കേന്ദ്ര കമ്മിറ്റി യോഗം സംസ്ഥാനത്ത് ആദ്യമായിട്ട്, അല്ലെങ്കിൽ പോലും തലസ്ഥാനത്ത് ആദ്യമായിട്ട് ചേരുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്. അതിനുശേഷം ആണ് ഈ ഒരു പൊതുസമ്മേളനം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇവിടേക്ക് നമുക്ക് പുത്തരിക്കണ്ടം മൈതാനം നോക്കുമ്പോൾ അറിയാം, ജനനിബിഡമായിരിക്കുന്നു. പാർട്ടി പ്രവർത്തകരെ കൊണ്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടും CPM അനുഭാവികളെ കൊണ്ടും തന്നെ ഈ ഒരു പുത്തരിക്കണ്ടം മൈതാനം, ഇവിടെ എത്തുന്ന നേതാക്കൾ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ, പാർട്ടി കേന്ദ്ര നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് സംസാരിക്കും, അവരുടെ വാക്കുകൾ ശ്രവിക്കാൻ തന്നെയാണ് ഇത്രയും അധികം ആളുകൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ TN സീമ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഈ ജനസമുദ്രത്തിൽ നിന്ന് നമുക്ക് പറയേണ്ടി വരിക. എങ്ങനെയാണ് ഈ ഒരു പൊതുസമ്മേളനത്തെ നമ്മൾ കാണേണ്ടത്? ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് വെച്ച് ചേരുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ എന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം മോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള 2016 തുടർച്ചയായി സ്വീകരിച്ചിട്ടുള്ള ജനദ്രോഹ നടപടികൾക്കെതിരെ, പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ നവംബർ 8-ാം തീയതി പ്രഖ്യാപിച്ച കറൻസി പിൻവലിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ജനങ്ങൾക്കുണ്ടായ ദുരിതങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരമുഖത്തിലേക്ക് ജനങ്ങളെ അണിനിരത്തിയ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ CPM-ന്റെ ഇവിടെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗവും അതുപോലെ തന്നെ ഇവിടെ നടക്കാൻ പോകുന്ന പൊതുയോഗവുമൊക്കെ, റാലിയുമൊക്കെ തന്നെ ജനങ്ങൾ വലിയ താല്പര്യത്തോടെയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരാഴ്ചക്കിടയിലാണ് ഇതുപോലൊരു വലിയ വിപുലമായിട്ടുള്ള ജനപങ്കാളിത്തത്തോട് കൂട്ടിയിട്ടുള്ള ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കുന്നത്. 29-ാം തീയതി LDF-ന്റെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യച്ചങ്ങലയുടെ തുടക്കം തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലായിരുന്നു. പതിനായിരക്കണക്കിന് ആളുകളാണ് അന്ന് ജില്ലയിൽ ഈ മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തത്. ഒരാഴ്ചക്കിടയിലാണ് വീണ്ടും ഒരു വലിയ റാലി ഇവിടെ നടക്കുന്നത്. ഈ റാലിയിൽ പങ്കെടുക്കാനായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇന്ന് ജനങ്ങൾ നേരിടുന്ന ഈ മോദി സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം CPM സംഘടിപ്പിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ജനലക്ഷങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖലയെ തകർക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നത്. ഇന്ത്യ ആകെ തന്നെ സഹകരണ പ്രസ്ഥാനമുണ്ടെങ്കിലും ഒരു വലിയ ജനകീയ പ്രസ്ഥാനം എന്ന നിലയിൽ ജനങ്ങളുടെ നിത്യജീവിതത്തിലെ ഏറ്റവും ചെറുതും വലുതുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സഹകരണ മേഖലയെ അതിനെ ജീവിപ്പിക്കേണ്ടത്, അതിനെ സജീവമാക്കി നിർത്തേണ്ടത്, അതിനെ നിലനിർത്തേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് CPM സ്വീകരിച്ചത്. അതിനൊരു വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സഹകരണ മേഖലയെക്കുറിച്ച് പരാമർശങ്ങൾ നടത്താനെങ്കിലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പൊതുയോഗം, ഈ പൊതു റാലിയും
ജനങ്ങളുടെ വലിയ പങ്കാളിത്തം കൊണ്ടും പങ്കെടുക്കുന്ന നേതൃത്വത്തിൻ്റെ ഔന്നത്യം കൊണ്ടും രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ടും വലിയ പ്രസക്തി ഈ കാലഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. തീർച്ചയായും സീമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇവിടെ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളടക്കം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്ന ദിവസമായിരുന്നു ഇന്ന്. കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വില തകർച്ച, റബ്ബർ കർഷകരുടെ പ്രശ്നം, അതുപോലെ തന്നെ റേഷൻ വിഹിതവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ട അരി വിഹിതം വെട്ടിക്കുറച്ച നടപടികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു സാഹചര്യം കൂടെയാണ്. ഇതൊക്കെ തന്നെയായിരിക്കാം സാധാരണക്കാരെല്ലാവരും ഇത്തരത്തിൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഘടകവും. കാർഷിക മേഖലയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേക ചർച്ച തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇന്ത്യയിൽ ഈ കറൻസി പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ദുരിതം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു വിഭാഗം ഇന്ത്യയിലെ കർഷകരാണ്. ആ കർഷകരെ സഹായിക്കുന്നതിനായിട്ടുള്ള ഒരു നടപടിയും കഴിഞ്ഞ 2 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന മോദി സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനോ തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനോ പറ്റാത്ത തരത്തിലാണ് കൃഷിക്കാർ കഷ്ടപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലടക്കം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ വരുന്ന ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നതിനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട ഒരു കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടും അതിന് സഹായകരമായ തരത്തിലുള്ള ഇടപെടലുകളും താഴെത്തട്ടി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇടപെടലുകളും ഒക്കെ തന്നെ ആ തീരുമാനങ്ങൾ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുണ്ടാകും തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളിൽ ഒരു ശക്തമായിട്ടുള്ള നിലപാട് തന്നെയായിരിക്കും ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൻ്റെ തീരുമാനമായി വരിക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഇവിടെ കൂടിയിരിക്കുന്ന വലിയൊരു സദസ്സ്, ഈ ഇവിടെ എത്തിയിരിക്കുന്ന പ്രവർത്തകരുടെ ഒരു നിര, അല്ലെങ്കിൽ ഇവിടെ എത്തിയിരിക്കുന്ന ആ ക്രൗഡിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ അടക്കമുള്ളവർ എത്തിയാൽ തന്നെ ഇവിടെ സമ്മേളനം ആരംഭിക്കും. സമ്മേളന നഗരിയിലേക്ക് എല്ലാവരും ഇപ്പോഴേക്ക് എത്തി നിറഞ്ഞു കഴിഞ്ഞു. ഇനി ഇരിക്കാൻ സീറ്റില്ലാത്ത തരത്തിൽ സൈഡിലൊക്കെ നിൽക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് പ്രവർത്തകർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എങ്കിലും ഓരോ മേഖലയിൽ നിന്ന് പ്രവർത്തകർ ഇപ്പോഴും ഈ പുത്തരിക്കണ്ട മൈതാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് പ്രധാന വേദിയിൽ നിന്നുള്ള കാഴ്ചകളായി നമുക്ക് പറയേണ്ടി വരുന്നു. അല്പസമയത്തിനും തന്നെ ഇവിടെ പൊതുസമ്മേളനം ആരംഭിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അടക്കമുള്ളവർ ഈ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. CPM-ന്റെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ ഇവയൊക്കെ തന്നെയായിരിക്കും ഈ സമൂഹത്തിന് മുന്നിലായി ഈ നേതാക്കളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുക. സുനിൽ എരുമാനൂരാണ്. ജീവൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുന്നു. ജീവൻ, ഈ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായ നിലപാടുകൾ എപ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ബഹുജനങ്ങളെ അതിനെതിരെ അണിനിരത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് CPIM. ആ നിലയ്ക്ക് എങ്ങനെയാണ് പൊതുവിൽ ഈ പൊതുസമ്മേളനത്തെ നിലവിൽ കാണാനാവുക, ജനപങ്കാളിത്തത്തെ കാണാനാവുക? അരുൺ സൂചിപ്പിച്ചത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിലവിലത്തെ രാജ്യം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് നോട്ട് പ്രതിസന്ധി. ആ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ പാർലമെന്റിനുള്ളിൽ ഒരു വലിയ ഒരു സഖ്യം പൊതുവിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് അനൗപചാരികമായ ഒരു സഖ്യമാണ്. അതിന് ഔദ്യോഗികമായ ഘടനയോ രൂപമോ നേതാവോ ഇല്ല എന്ന് നമുക്കറിയാം. കാരണം നിലവിൽ നോട്ട് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പൊതുവിൽ പ്രതിപക്ഷ കക്ഷികളെ കൂട്ടിയോജിപ്പിക്കുക എന്ന ഒരു വലിയ കടമ ഈ കാര്യത്തിൽ CPIM എടുത്തു വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് തികച്ചും അനൗദ്യോഗികമാണ്. അതിന് ഔപചാരികമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഘടനയില്ല. അതിന് കൃത്യമായൊരു നേതൃസ്വരൂപമോ ഇപ്പോൾ സുനിൽ എരുമാനൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പം കടകംപള്ളി സുരേന്ദ്രൻ കൂടി നിലവിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സുനിൽ, CPM നേതൃയോഗങ്ങളോട് അനുബന്ധിച്ച് 1 ലക്ഷം പേർ അണിനിരക്കുന്ന പൊതുസമ്മേളനം അല്പസമയത്തിനകം പുത്തരിക്കണ്ടം മൈതാനത്ത് ചേരും. പൊതുസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, S രാമേന്ദ്രൻപിള്ള, മണിക് സർക്കാർ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സംസാരിക്കും. എല്ലാ ദേശീയ സംസ്ഥാന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അദ്ദേഹം എന്തു പറയുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതുണ്ട്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ CPM-ന്റെ നിലവിലെ നിലപാട് വളരെ പ്രസക്തവുമാണ്. കാരണം സമകാലീന രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തേക്കാവുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിനും ഒപ്പം കേന്ദ്ര കമ്മിറ്റി സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത
പൊളിറ്റ് ബ്യൂറോ യോഗം, ഒപ്പം അതിനുശേഷമുള്ള കേന്ദ്ര കമ്മിറ്റി, അതിനോടനുബന്ധിച്ചാണ് ഈ വലിയ ജനസഞ്ചയത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം നിലവിൽ പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്നത്. ഇപ്പോൾ ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ജീവൻ, ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. ഇത്തരത്തിൽ ഒരു വലിയ ബഹുജന മുന്നേറ്റത്തിന് തന്നെയാണ് CPIM ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 5:30യോടുകൂടി ഈ കാര്യത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തുക എന്നതായിരുന്നു CPIM മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഏതാണ്ട് 5:30 കഴിഞ്ഞതോടുകൂടി എനിക്ക് മുന്നിൽ കാണുന്നത് പോലെ ഒരു വലിയ പുരുഷാരത്തെ അണിനിരത്തുവാൻ CPIMന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം CPIM അതിൻ്റെ എല്ലാ കാലത്തെയും വലിയ അതിൻ്റെ പൊതുവിൽ CPIMനെ വിലയിരുത്തുന്ന അതിൻ്റെ സംഘടനാപരമായ ഉൾക്കരുത്ത് കൊണ്ടാണ്, അതിൻ്റെ സംഘടനാപരമായ നേതൃശേഷി കൊണ്ടാണ് ഒരുപക്ഷെ ഇത്രയധികം ആളുകളെ ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ റാലി ചെയ്യുക എന്ന വളരെ ദുഷ്കരമായ ദൗത്യം വളരെ കൃത്യമായി CPIMന്റെ തിരുവനന്തപുരത്ത് നേതൃത്വം ഏറ്റെടുത്ത് വിജയിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. നിലവിൽ CPIMന്റെ സംസ്ഥാന നേതാക്കന്മാർ പൊതുവിൽ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം 6 മണിയോടുകൂടി അവസാനിക്കും. തുടർന്ന് CPIMന്റെ നേതാക്കന്മാർ ഓരോരുത്തരായി ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരും. തുടർന്നാവും അവർ ഇവിടെ സംസാരിക്കുക. അവരുടെ വാക്കുകൾ കാര്യത്തിൽ ഏറ്റവും പരമപ്രധാനമായി നമുക്ക് കേൾക്കാനുള്ളത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഷ്ട്രീയമായി ഏത് തരത്തിലുള്ള മാറ്റത്തിനാണ് CPIM തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, 5 സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ CPIMന് വളരെ നിർണായകമായ സ്വാധീനമുള്ള ചില മേഖലകളുണ്ട്. ആ മേഖലകളിൽ CPIM തനിച്ച് മത്സരിക്കുമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള കക്ഷികൾക്ക് പിന്തുണ കൊടുക്കുകയാണോ രാഷ്ട്രീയമായി ചെയ്യാൻ പോകുന്നത്? ഉത്തർപ്രദേശിൻ്റെ ചില സ്ഥലങ്ങളിൽ CPIMന് വേരുകളുള്ള ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ CPIM ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കാൻ പോവുക എന്ന് തന്നെയാണ് ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പരമപ്രധാനമായ കാര്യം. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം നേതാക്കന്മാർ നമ്മളോട് പറയും എന്ന് തന്നെയാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. നിലവിൽ ഇപ്പോൾ 5:30യോടുകൂടി മുഴുവൻ പുത്തരിക്കണ്ടം മൈതാനത്തെ 1,00,000 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഈ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് ഒരു വലിയ ബഹുജന മുന്നേറ്റം ഉണ്ടാക്കുവാൻ CPIMന് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം പൊതുസമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. അരുൺ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടുന്ന പൊതുസമ്മേളനം എന്നാണ് CPIM ഇതിനെ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നതും. അവിടെ കൂടിയിട്ടുള്ള ജനസഞ്ചയം അത് എങ്ങനെയാണ് ഇതിനെ സാധൂകരിക്കുന്നത്? ജീവൻ, അരുൺ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIMന്റെ പാർട്ടി കോൺഗ്രസിന് തിരുവനന്തപുരം ഒരിക്കൽ വേദിയായിട്ടുണ്ട്. പാർട്ടിയുടെ സ്പെഷ്യൽ പ്ലീനം ഒരുപക്ഷെ സംഘടനാപരമായി ഏറെ CPIMന്റെ ചരിത്രത്തിൽ ബർദൻ പ്ലീനത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്ലീനമായിരുന്നു തിരുവനന്തപുരത്ത് അഖിലേന്ത്യാ പ്ലീനം നടന്നത്. 1999-ൽ, ക്ഷമിക്കണം, 2000-ലായിരുന്നു അന്ന് പ്ലീനം നടന്നത്. അന്ന് അതോടനുബന്ധിച്ച് ഒരു വലിയ ബഹുജന റാലി ഒപ്പം പൊതുസമ്മേളനം CPIM അതിൻ്റെ ചരിത്രത്തിൽ തിരുവനന്തപുരത്ത് ചേർന്നിട്ടുണ്ട്. എന്നാൽ 1964-ൽ CPIM രൂപീകരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേർന്നിട്ടില്ല എന്നതാണ് വസ്തുത. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ജനുവരി മാസങ്ങളിൽ ഇത്തരത്തിൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ദില്ലിക്ക് പുറത്താണ് ചേരാറ് പതിവ്. പല ഘട്ടങ്ങളിലായി അത് എറണാകുളത്ത്, കോഴിക്കോട്, കൽക്കട്ടയിൽ, വിശാഖപട്ടണത്ത് ഒക്കെ ചേർന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇതാദ്യമായി തിരുവനന്തപുരത്ത് ചേരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അതൊരു വലിയ ആവേശം പൊതുവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുക എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതിനായി അവർ ഇവിടെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുത്തരിക്കണ്ടം മൈതാനം വലിയ ബഹുജന മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മണ്ണാണ്. നിരവധി രാഷ്ട്രീയമായ വലിയ സമരങ്ങൾ അല്ലെങ്കിൽ വലിയ സമ്മേളനങ്ങൾക്കൊക്കെ വേദിയായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അവിടെ ഒരിക്കൽ കൂടി CPIMന്റെ പൊതുസമ്മേളനത്തിന് വേദിയാവുന്നു, CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിന് വേദിയാവുന്നു എന്ന പ്രത്യേകതയാണ് ഇപ്പോൾ ഉള്ളത്. അരുൺ, ഇതിന്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? അതായത് നഗരത്തിൽ ചെറു സമ്മേളനങ്ങൾ, ചെറു പ്രകടനങ്ങളായാണോ ഈ വേദിയിലേക്ക് എത്തിച്ചേരുക? അതിന്റെ ഒരു പൊതു ക്രമീകരണം ജീവൻ.
അരുൺ, ഏതാണ്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഏതാണ്ട് പാർട്ടി പ്രവർത്തകരെ എത്തിക്കുന്നതിനായി വിവിധ ഏരിയ കമ്മിറ്റികൾ 750-ലേറെ ചെറിയ വാഹനങ്ങളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. വലിയ വാഹനങ്ങൾ പോലുമല്ല, ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 25,000-ലേറെ പാർട്ടി അംഗങ്ങളുള്ള തിരുവനന്തപുരത്ത് അതിന്റെ 3 ഇരട്ടി ആളുകൾ ഇവിടെ എത്തിച്ചേരാനാണ് CPIM നൽകിയിരിക്കുന്ന നിർദ്ദേശം. 25,000-ലേറെ ആളുകളുള്ള ഈ തിരുവനന്തപുരത്ത് വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് കോട്ടകൾ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ടാണ് ഇവിടേക്ക് ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, കേന്ദ്രീകരിച്ച പ്രകടനം ഈ ഘട്ടത്തിൽ ഒഴിവാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വലിയ 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ റാലിയാണ് ഉണ്ടാകുന്നതെങ്കിൽ നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ആളുകളോട്, പാർട്ടി പ്രവർത്തകരോട് ഇവിടെ എത്തിച്ചേരുക എന്ന മിനിമം നിർദ്ദേശം മാത്രമാണ് CPIM നൽകിയിരിക്കുന്നത്. അരുൺ, വലിയ തരത്തിലുള്ള ആവശ്യമാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്ന് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം പൊതുസമ്മേളനം ആരംഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി S. ജീവൻകുമാർ നിലവിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം ആദ്യമായി ആതിഥ്യം വഹിച്ച CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിനും കേന്ദ്ര കമ്മിറ്റിക്കും അനുബന്ധമായാണ് അല്പസമയത്തിനകം പൊതുസമ്മേളനം ചേരുക. പുത്തരിക്കണ്ടം മൈതാനിയിൽ പൊതുസമ്മേളനം ചേരുക. CPM ഈ പൊതുസമ്മേളനത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടാവുന്ന പൊതുസമ്മേളനം എന്നാണ് പൊതുവിൽ ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. അതിനെ സാധൂകരിക്കുന്ന, അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള ജനസഞ്ചയം ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നും പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഈ നിലവിലെ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് നിലവിൽ വായിച്ചെടുക്കാനാവുക. ഞങ്ങളുടെ പ്രതിനിധികൾ, ഞങ്ങളുടെ വിവിധ റിപ്പോർട്ടർമാർ സുനിൽ അരുമാനൂരുമൊപ്പം ഞങ്ങളുടെ പ്രതിനിധി S. ജീവൻകുമാറോട് റിപ്പോർട്ട് ചെയ്യുന്നതും അതുതന്നെയാണ്. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട് നിലവിൽ. സുനിൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. അരുൺ, അല്പസമയത്തിനും തന്നെ ഇവിടെ പൊതുസമ്മേളനം ആരംഭിക്കും. ഇവിടെ ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ ഒരു സദസ്സാണ്. ഇവിടേക്ക് പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന ഒരു പൊതുസമ്മേളനമാണ്. പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റികളുടെ യോഗം തിരുവനന്തപുരത്ത് ആദ്യമായി ചേരുന്നു. അതിൻ്റെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ പൊതുസമ്മേളനം ഇവിടെ നടക്കുന്നത്. തികച്ചും വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ പൊതുസമ്മേളനം നടക്കുമ്പോൾ പ്രധാനമായി വരുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി നേതാക്കളടക്കം പോളിറ്റ് ബ്യൂറോ നേതാക്കളടക്കം പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ശ്രമിക്കാൻ തന്നെയാണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ, പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവികളും ഇവിടേക്ക് വളരെ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പുത്തരിക്കണ്ടം മൈതാനത്ത് ഇട്ടിരുന്ന കസേരകളൊക്കെ നിറഞ്ഞ് ആളുകൾ ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ നേതാക്കളുടെ വാക്കുകൾ കേൾക്കാനായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അല്പസമയത്തിനകം തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഈ വേദിയിലേക്ക് വരും. വന്നാലുടൻ തന്നെ യോഗം ആരംഭിക്കും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ്, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് മുൻനിരയിലായി സ്റ്റേജിനകത്ത് ഇരിക്കുന്നത്. അതിന് പിൻനിരയിൽ മന്ത്രിമാരും ഇരിക്കും. ഈ ഒരു സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി നമുക്ക് പറയേണ്ടി വരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ, ഈ നടപടികളിൽ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്താണ്, പാർട്ടി യോഗങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം, അത് അറിയാൻ ഉള്ള ഒരു ആകാംക്ഷ, അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തകർ അതനുസരിച്ചുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അത്തരത്തിലുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ കാതോർത്ത് തന്നെയാണ് പ്രവർത്തകർ വരുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലും അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലുമൊക്കെ വന്നിട്ടുള്ള ഒരു രീതിയും ഒക്കെ നമുക്ക് ഇവിടെ ചർച്ചാ വിഷയമായും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരെ കേന്ദ്ര കമ്മിറ്റി വേദിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ മുൻനിരയിൽ കോടിയേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആണ്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആണ് മുൻനിരയിൽ ഇരിക്കുന്നത്. അതിന് പിൻനിരയിലായി മന്ത്രിമാർ, CPM-ന്റെ മന്ത്രിമാരും ഇരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ പറയേണ്ടി വരിക്കുന്നത്. എന്തായാലും ഇനി നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞാൽ സമ്മേളനം ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. കോടിയേരി ബാലകൃഷ്ണൻ എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയായിരിക്കും ഈ സമ്മേളനത്തിൽ ഓരോ നേതാക്കളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അതിൽ പാർട്ടി സ്വീകരിക്കുന്ന സമീപനങ്ങൾ, മറ്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന മറ്റ് 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള പാർട്ടിയുടെ സമീപനങ്ങൾ, റബ്ബർ കർഷകരുടെ പ്രതിസന്ധി അടക്കമുള്ള പരമ്പരാഗത മേഖലയിലെ പ്രശ്നങ്ങൾ, അതുപോലെ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇവിടെ എത്തിയിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പൊതുസമ്മേളനത്തിന്റെ പ്രാധാന്യം.